ഹിന്ദി മേര ദോസ്ത് എന്ന ചാനലിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ആയ ചില വാക്കുകളാണ്. എല്ലാവരും അപ്പോൾ സ്ക്രീനിലേക്ക് നോക്കിക്കേ. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ആകാശമല്ലേ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആകാശത്തിന് ഹിന്ദിയിൽ പറയുന്നതാണ് ആസ്മാൻ അല്ലെങ്കിൽ ആകാശ്. എന്താണ്? ആസ്മാൻ അല്ലെങ്കിൽ ആകാശ്. അടുത്തത് നിങ്ങൾ നോക്കിക്കുക, എന്താ കാണുന്നത്? ഒരു പക്ഷിയല്ലേ. അപ്പോൾ പക്ഷിക്ക് എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? പക്ഷി എന്നും പറയും, അല്ലെങ്കിൽ ചിടിയ എന്നും പറയും. അടുത്തത് നിങ്ങൾ നോക്കിക്കുക, എന്താ കാണുന്നത്? ഒരു ശിഖരമല്ലേ കാണുന്നത്, ചില്ലയുടെ അറ്റം. അപ്പോൾ ചില്ലയുടെ അറ്റത്തിന്, ശിഖരത്തിന് എന്നാ പറയുന്നത്? ഫുൻഗി അല്ലെങ്കിൽ ഡാലി. ഫുൻഗി, ഡാലി. അതുകൂടാതെ മറ്റൊരു വാക്കുകൂടെ ഉണ്ട്, അതാണ് ശാഖ. എന്താണ്? ശാഖ. വീണ്ടും നിങ്ങൾ നോക്കിക്കുക, എന്താ കാണുന്നത്? ഇലകളല്ലേ കാണുന്നത്. അപ്പോൾ ഇലകൾക്ക് പറയുന്നത് എന്താണ്? പത്തേ. ഇലകൾക്ക് പറയുന്നത് പത്തേ. ഇനി നിങ്ങൾ നോക്കിക്കേ, എന്ത് കാണുന്നു നിങ്ങൾക്ക്? ഒരു ചിറകല്ലേ കാണുന്നത്. അപ്പോൾ ചിറകിന് എന്താ പറയുന്നത്? പങ്ക് അല്ലെങ്കിൽ പർ. എന്താണ്? പങ്ക് അല്ലെങ്കിൽ പർ. അടുത്തത് നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കുന്നു? ധാന്യമല്ലേ കാണാൻ സാധിക്കുന്നത്, ധാന്യങ്ങൾ. അപ്പോൾ ധാന്യങ്ങൾക്ക് പറയുന്നത് എന്താണ്? ദാന. അടുത്ത പടം എന്താണ് കാണുന്നത്? ഒരു കങ്കാരുവിൻ്റെ പടമല്ലേ. അപ്പോൾ കങ്കാരുവിന് പറയുന്നത് കങ്കാരു എന്ന് തന്നെയാണ്. ഇനിയും വീണ്ടും നോക്കിക്കേ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കങ്കാരുവിൻ്റെ കുട്ടിയല്ലേ കാണാൻ സാധിക്കുന്നത്. കങ്കാരുവിൻ്റെ കുട്ടിയെ എന്താണ് പറയുന്നത്? ജോയിസ്. എന്താണ് പറയുന്നത്? ജോയിസ്. ഇനിയോ ഏത് പടമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ഒരു കോഴിയുടെ പടമല്ലേ. അപ്പോൾ കോഴിക്ക് പറയുന്നത്, ഹിന്ദി പറയുന്നതാണ് മുറുകി. എന്താണ് പറയുന്നത്? മുറുകി. വീണ്ടും നിങ്ങൾക്ക് എന്ത് പടം കാണാൻ സാധിക്കുന്നു? ഒരു കോഴി കുഞ്ഞിനെയല്ലേ കാണുന്നത്. അപ്പോൾ കോഴിക്കുഞ്ഞിന് പറയുന്നതാണ് ചൂജ. എന്താണ് പറയുന്നത്? ചൂജ. ഇനിയോ പൂച്ചയ്ക്ക് എന്താ പറയുന്നത് ഹിന്ദിയിൽ? ബില്ലി. പൂച്ചയ്ക്ക് പറയുന്നത് ബില്ലി. അപ്പോൾ ബില്ലിയുടെ കുഞ്ഞിനോ എന്ത് പറയും? പൂച്ചക്കുഞ്ഞിന് ബിലോട്ട. ബിലോട്ട. പൂച്ചക്കുഞ്ഞിന് പറയുന്നതാണ് ബിലോട്ട. അടുത്ത് നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുന്ന? ഒരു പോക്കറ്റല്ലേ കാണുന്നത്. അപ്പോൾ പോക്കറ്റിന് എന്നാ പറയുന്നത് ഹിന്ദിയിൽ? ജേബ്. എന്താണ്? ജേബ്. ഇനിയിപ്പോൾ നിങ്ങൾ എന്താ കാണുന്നത്? ഒരു മേഘമല്ലേ. അപ്പം മേഘത്തിന് ഹിന്ദിയിൽ പറയുന്നതാണ് ബാദൽ. എന്താണ് പറയുന്നത്? ബാദൽ അല്ലെങ്കിൽ മേഘം എന്നും പറയും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്ത് കാണുന്നു? വെള്ളമല്ലേ കാണുന്നത്, ജലമല്ലേ കാണുന്നത്. അപ്പോൾ വെള്ളത്തിന് പറയുന്നതാണ് പാനി. എന്ത് പറയുന്നു? പാനി. ഇപ്പോഴോ കാണുന്നത് ഒരു ചിത്രശലഭമല്ലേ. ചിത്രശലഭം. ചിത്രശലഭത്തിന് എന്നാ പറയുന്നത്? തിത്തലി. എന്താണ് പറയുന്നത്? തിത്തലി. ചിത്രശലഭം, തിത്തലി. ഇപ്പോൾ കാണുന്നത് നിങ്ങൾ എന്താണ്? ഒരു മരമല്ലേ കാണുന്നത്. അപ്പോൾ മരത്തിന് എന്ത് പറയും? പേട്. എന്താണ് പറയുന്നത്? പേട്. അതിനുശേഷമോ എന്ത് നിങ്ങൾ കാണുന്നു? ഹാത്തി അല്ലേ. ആനയല്ലേ കാണുന്നത്. ആനയ്ക്ക് ഹിന്ദിയിൽ പറയുന്നതാണ് ഹാത്തി. അടുത്തത് നിങ്ങളൊരു ചെമ്മരിയാടിനെയല്ലേ കാണുന്നത്. ചെമ്മരിയാടിന് ഹിന്ദിയിൽ പറയുന്നതാണ് ഭേഡ്. എന്താണ്? ഭേഡ്. എന്താണ്? ഭേഡ്. അടുത്തത് ഒരു കുതിരയല്ലേ കാണുന്നത്. കുതിരയ്ക്ക് എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? ഘോഡ. എന്താണ് പറയുന്നത്? ഘോഡ. എന്താണ് പറയുന്നത്? ഘോഡ. അടുത്തത് മിന്നലല്ലേ കാണുന്നേ. മിന്നൽ. മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന മിന്നൽ. അപ്പോൾ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന മിന്നലിന് ഹിന്ദി പറയുന്നത് എന്താണ്? ബിജലി. എന്താണ്? ബിജലി. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയുന്നു? ഒരു മയിലിനല്ലേ കാണുന്നത്. മയില് അല്ലേ. അപ്പോൾ മയിലിന് എന്താ ഹിന്ദി പറയുന്നത്? മോർ. എന്ത് പറയുന്നു? മോർ. അടുത്തത് നോക്കിയേ, ഒരു നൃത്യരൂപമല്ലേ കാണുന്നത്, ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ അതിന് പറയുന്നത് എന്താണ്? നാച്ച്. എന്താണ്? നാച്ച്. അടുത്തതോ നിങ്ങൾക്കൊരു കടലാസിൻ്റെ തോണിയല്ലേ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കടലാസിൻ്റെ തോണിക്ക് എന്താണ് ഹിന്ദി പറയുന്നത്? കാഗജ് കി നെയ്യ. എന്താണ് പറയുന്നത്? കാഗജ് കി നെയ്യ. ഇനി വീണ്ടും നിങ്ങൾക്ക് എന്താ? വാലല്ലേ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വാലിന് എന്നാ പറയുന്നത്?
പൂച്ച്. വാലിന് പറയുന്നത് പൂച്ച്. ഇനി വീണ്ടും നിങ്ങൾ എന്ത് കാണുന്നു? ഒരു പശുവിനെ അല്ലേ കാണുന്നത്? പശുവിന് എന്നാ പറയുന്നത്? ഗയ്യ. എന്താണ് പറയുന്നത്? ഗയ്യ, അല്ലെങ്കിൽ ഗായെന്നും പറയും. ഗയ്യ എന്നും പറയും, ഗായെന്നും പറയും. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് ഇരുട്ടല്ലേ? ഇരുട്ട്. അപ്പോൾ ഇരുട്ടിന് എന്താ ഹിന്ദി പറയുന്നത്? അന്ധിയാര. എന്താണ് പറയുന്നത്? അന്ധിയാര. എന്താണ് പറയുന്നത്? അന്ധിയാര. അടുത്തതോ, നിങ്ങളൊരു സമുദ്രമല്ലേ കാണുന്നത്? സമുദ്രത്തിന് ഹിന്ദിയിൽ എന്താ പറയുന്നത്? സമുദ്ര. എന്താണ്? സമുദ്ര. സമുദ്രത്തിന് ഹിന്ദി പറയുന്നത് സമുദ്ര. ഇനി നിങ്ങൾ കാണുന്നത് എന്താണ്? ഒരു ഗ്രാമമല്ലേ കാണുന്നത്? അപ്പോൾ ഗ്രാമത്തിന് ഹിന്ദി പറയുന്നത് എന്താണ്? ഗാവ്. എന്താണ് പറയുന്നത്? ഗാവ്. അടുത്ത നിങ്ങൾ എന്താ കാണുന്നത്? ഒരു മീനല്ലേ? മീനിന് എന്നാ പറയുന്നത്? മച്ചലി. മീനിന് എന്നാ പറയുന്നത്? മച്ചലി. പിന്നെ മീൻ പിടിക്കുന്നവരെ എന്താ പറയുന്നത്? മീൻ പിടുത്തക്കാരെ ഹിന്ദിയിൽ. സ്ക്രീനിൽ നിങ്ങൾക്ക് മീൻ പിടുത്തക്കാരെ കാണുന്നില്ലേ? അവരെന്താണ് പറയുന്നത്? മച്ചുവാരെ. മീൻ പിടിക്കുന്നവരെ പറയുന്നതാണ് മച്ചുവാരെ. അപ്പോൾ ഒരു പുരുഷനാ മീൻ പിടിക്കുന്നതെങ്കിൽ അയാൾ എന്ത് പറയും? മച്ചുവാര. മച്ചുവാര. മീൻ പിടുത്തക്കാരൻ. അപ്പോൾ ഒരു സ്ത്രീയാ മീൻ പിടിക്കുന്നത് കാണുന്നല്ലോ നിങ്ങൾക്ക്. അപ്പം അവർക്ക് എന്ത് പറയും? സ്ത്രീക്ക് എന്ത് പറയും? മീൻ പിടിക്കുന്ന സ്ത്രീക്ക്, മീൻ പിടുത്തക്കാരിക്ക് എന്ത് പറയും? മച്ചുവാരിൻ. എന്താണ് പറയുന്നത്? മച്ചുവാരിൻ. പിന്നെ നിങ്ങൾക്ക് നോക്കിക്ക് എന്ത് കാണാൻ സാധിക്കുന്നത്? വെയിലല്ലേ കാണുന്നത്? വെയിലിന് എന്താ പറയുന്നത്? ധൂപ്പ്. എന്താണ്? ധൂപ്പ്, അല്ലെങ്കിൽ ഘാം, അല്ലെങ്കിൽ ഘാം. ഇനി നിങ്ങൾക്ക് എന്താണ്? തറയിൽ വിരിച്ചിരിക്കുന്ന ഒരു പായല്ലേ കാണുന്നത്? പായ്ക്ക് എന്താണ് പറയുന്നത്? ചട്ടായി. പായ്ക്ക് എന്താ പറയുന്നത്? ചട്ടായി. ഇപ്പോൾ വീണ്ടും നോക്കി നിങ്ങൾ ആരെ കാണുന്നു? ഒരു വൃദ്ധയായ സ്ത്രീയല്ലേ കാണുന്നത്? അപ്പോൾ വൃദ്ധയായ സ്ത്രീക്ക് എന്ത് പറയുന്നു? ബൂടി. എന്താണ്? ബൂടി. ഇപ്പോൾ വീണ്ടും നോക്കിക്കേ, അടുത്ത പടം എന്താണ്? ഒരു വൃദ്ധയായ അപ്പച്ചനെയല്ലേ, അപ്പൂപ്പനെയല്ലേ കാണുന്നത്? അപ്പോൾ ഒരു വൃദ്ധയായ മനുഷ്യനെ പറയുന്നതാണ് ബൂഡ. എന്താണ് പറയുന്നത്? ബൂഡ. അടുത്തത് നോക്കിയാൽ നിങ്ങൾ എന്താണ് കാണുന്നത്? ഒരു ചന്തയല്ലേ നിങ്ങൾ കാണുന്നത്? മാർക്കറ്റ്. അപ്പോൾ ചന്തയ്ക്ക് എന്താണ് ഹിന്ദി പറയുന്നത്? ബാജാർ. എന്താണ് പറയുന്നത്? ബാജാർ. എന്താണ് പറയുന്നത്? ബാജാർ. അടുത്തതൊരു കുഞ്ഞിനെയല്ലേ കാണുന്നത്? കുഞ്ഞിന് എന്താണ് ഹിന്ദി പറയുന്നത്? കുഞ്ഞിന് ബച്ച. ബച്ച. എന്താണ് പറയുന്നത്? ബച്ച. അടുത്ത നിങ്ങളൊരു കാക്കയല്ലേ കാണുന്നത്? കാക്കയ്ക്ക് എന്താണ് ഹിന്ദി പറയുന്നത്? കൗവ. എന്താണ് പറയുന്നത്? കൗവ. ഇനിയോ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കുന്നു? പുല്ലല്ലേ കാണുന്നത്? പുല്ല് കിളുത്ത് നിൽക്കുന്നേ, വളർന്നു നിൽക്കുന്ന പുല്ലല്ലേ കാണുന്നത്? പുല്ലിന് എന്താണ് ഹിന്ദി പറയുന്നത്? ഘാസ്. എന്താണ് പറയുന്നത്? ഘാസ്. പുല്ലിന് എന്നാ പറയുന്നത്? ഘാസ്. ഇനിയോ ഒരു കയറല്ലേ കാണുന്നേ? കയറിന് എന്താ ഹിന്ദി പറയുന്നത്? രസ്സി. എന്ത് പറയുന്നു? രസ്സി. അടുത്ത ഇപ്പം എന്താ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? ഒരു സ്ത്രീയല്ലേ കാണുന്നേ? അപ്പോൾ സ്ത്രീക്ക് എന്താണ് ഹിന്ദി പറയുന്നത്? ഔരത്. എന്താണ് പറയുന്നത്? ഔരത്. എന്ത് പറയുന്നു? ഔരത്. പിന്നെ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കുന്നു? ഒരു വീടല്ലേ? വീടിന് എന്നാ ഹിന്ദി പറയുന്നത്? ഘർ. എന്താണ്? ഘർ. അപ്പോൾ കരച്ചിലിന് എന്താണ് പറയുന്നത്? രോന. എന്താണ് പറയുന്നത്? കരയുന്നതിന് എന്താണ് പറയുന്നത്? രോന. അടുത്തത് നിങ്ങൾ നോക്കിക്കേ, ഒരു ഉറുമ്പിനെയല്ലേ കാണുന്നേ? അപ്പോൾ ഉറുമ്പിന് എന്തായിരിക്കും പറയുന്നത് ഹിന്ദിയിൽ? ചീട്ടി. എന്താണ് പറയുന്നത്? ചീട്ടി. എന്താണ് പറയുന്നത്? ചീട്ടി. അടുത്ത് നോക്കിയേ, ഒരു വഴിയല്ലേ കാണുന്നേ? അപ്പോൾ വഴിക്ക് എന്താ പറയുന്നത്? റാഹ്. എന്താണ്? റാഹ്. എന്താണ് പറയുന്നത്? റാഹ്. അടുത്ത് നോക്കിയേ, ഒരു വാടിയ പൂവല്ലേ കാണുന്നേ? അപ്പോൾ വാടിയ പൂവിന് എന്താ പറയുന്നത് ഹിന്ദിയിൽ? മുർജായ ഫൂൽ. എന്താണ് പറയുന്നത്? മുർജായ ഫൂൽ. അല്ലേ? വാടിയ പൂവിന് പറയുന്നതാണ് മുർജായ ഫൂൽ. അടുത്തത് എന്താണ്? സൂര്യൻ ഉദിച്ചു നിൽക്കുന്നതല്ലേ കാണുന്നത്? അപ്പോൾ സൂര്യൻ ഉദിച്ചിരിക്കുന്നതിന് എന്താ പറയുന്നത്? ജൽത്താ സൂരജ്. എന്താ പറയുന്നത്? ജൽത്താ സൂരജ്. ഇനി ഈ പടം എന്താണ്? അടുത്ത പടം നിങ്ങൾക്ക് എന്താണ് കാണുന്നത്? ഒരു ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതല്ലേ, ചെടിയെ നനയ്ക്കുന്നതല്ലേ കാണുന്നത്? അപ്പോൾ ചെടിയെ നനയ്ക്കുന്നതിന് എന്താണ് പറയുന്നത്? പൗദേക്കോ സീഞ്ചന. എന്താണ്? പൗദേക്കോ സീഞ്ചന. എന്താണ് പറയുന്നത്? പൗദേക്കോ സീഞ്ചന. അടുത്ത നിങ്ങൾ എന്താണ് കാണുന്നത്? ഒരു വിടർന്നു നിൽക്കുന്ന പൂവല്ലേ? അപ്പോൾ വിടർന്നു നിൽക്കുന്ന പൂവിന് എന്താണ് പറയുന്നത്? ഖിലാ ഹുവാ ഫൂൽ. ഖിലാ ഹുവാ ഫൂൽ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇക്കായ് ഏക്കിലും ഇക്കായ് ദോയിലുമായിട്ട്
പഠിച്ച പാഠങ്ങളിലെ പ്രധാനപ്പെട്ട വാക്കുകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് പടം സഹിതം പിക്ചർ സഹിതം കാണിച്ചു തന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നല്ലപോലെ വീഡിയോ കണ്ട് പലവട്ടം നിങ്ങൾ കണ്ട് മനസ്സിലാക്കി പഠിക്കണം. ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളും പരീക്ഷയ്ക്ക് വരും കേട്ടല്ലോ.